ഗൈസ്, നമ്മുടെ പുതിയ റോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് മൂകാംബികയിലേക്ക് പോവുകയാണ്. നമ്മുടെ വയലിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോവാണ് ഗൈസ്. ഇന്ന് രാത്രി 9 മണിക്കകത്തെ മാവേലിക്കകത്താണ് ഗൈസ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഷോർട്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം രാത്രി ആയിരിക്കും ഒറ്റ വ്ളോഗായിട്ടാണ് ഗൈസ്. ഇവിടുന്ന് അവിടെ പോവുക. അവിടെ ഇന്ന് പോയി നാളെ എത്തും. നാളെ പരിപാടി പിറ്റേന്നത്തെ വണ്ടിക്ക് നമ്മളിന്ന് വരും ഗൈസ്. അപ്പം എന്തുവാ, ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ രാത്രി ഏകദേശം 8 മണിയാവാറായി. 8:30 ആകുമ്പോഴത്തേനും അങ്ങ് ചെല്ലണമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വയലിൻ്റെ അവിടുത്തെ. അപ്പം ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണാൻ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മുടെ മാവേലി വരട്ടെ ഗൈസ്. വരുന്നത് അതേത് ട്രെയിനാന്ന് നോക്കാവേ ഗൈസ്. ഉണ്ട് ഗൈസ്, ഇതുപോലെ അങ്ങൊന്ന് വെളിച്ചം വരുന്നുണ്ട്. ഞാൻ പാഞ്ഞൊന്നും അല്ലേ വരുന്നത്, സ്ലോയിലാണല്ലോ ഗൈസ്. ഇതിൻ്റെ പുറകെ നമ്മുടെ വണ്ടി വരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഗൈസ്. വന്ദേഭാരത് ആണെന്ന് തോന്നുന്നു ഗൈസ്. വന്ദേഭാരത് തന്നെയാണ് ഗൈസ്. അപ്പോൾ മംഗലാപുരം സെൻറ്ററിലെത്തിയിട്ട് മംഗലാപുരം സെൻറ്ററിലേക്ക് നമ്മളിതാ വന്നിരിക്കുന്നു. ഇവിടെ ഏതൊക്കെ അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ ഒരു ലോക്കോയും കിടപ്പുണ്ട്. WDP-4D എന്ന വണ്ടിയാണ്, ഡീസലാണ് ഗൈസ്. അവിടെ ഏതോ ഒരു വണ്ടി കിടപ്പുണ്ട് ഗൈസ്. ഏതാണ് മംഗലാപുരം സെൻട്രൽ. ആദ്യമായിട്ടാണ് ഗൈസ് കർണാടകയിലോട്ട് ഗൈസ്. അവിടെ ഒരു വന്ദേഭാരത് കിടക്കുന്നു ഗൈസ്. ഗൈസ്, ഇവിടെ വന്ദേഭാരത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഗൈസ്? ഇതാണ്ട് വന്ദേഭാരത് കിടക്കുന്നുണ്ട്. വന്ദേഭാരത് ഗൈസ്, ഇത് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേഭാരതാണ് ഗൈസ്. ഇത് അവൻ ഗൈസും കൂടെ നമ്മുടെ മാവേലിക്കോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. അതാണ് വന്ദേഭാരത് ഇവിടെ പോണ്ട് ഗൈസ്. വന്ദേഭാരത് 1, 2, 3, 4, 5, 6, 7 പോക്കുള്ളൂ ഗൈസ്. ഇത് ഏതാൻ തോന്നുന്നു ഗൈസ്. അങ്ങൊരു ലോക്ക് നടപ്പുണ്ട് ഗൈസ്. WDP പോകും. ഫ്രണ്ടിലൊരു ചുമന്ന വണ്ടി പോകുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് മൂകാംബികയിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഗൈസ്. വന്ദേഭാരത് അപ്പം തൊട്ട് നോക്കിയേക്കാം. സ്വാഹ.
ഭാരത് പോയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. പുറത്തുണ്ട് പൊറോട്ടയ്ക്ക് ഇത്തിരി ചൂടുണ്ടോന്ന് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി എത്തിക്കാം. നമ്മളിവിടെ വെളിയിലിറങ്ങി നിൽക്കുകയാണ്. കാരണം ഇവിടെ ഡ്രൈവർക്ക് വയ്യ ഗൈസ്, അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ് ഗൈസ്. നല്ല പാടം കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. കണ്ട വലിയ പാടം കണ്ട ഗൈസ്. നമ്മുടെ ബസ്സാണ് ഇവിടെ പോകുന്നുണ്ട്. ഡ്രൈവർക്ക് വയ്യ ഗൈസ്. ഇവിടെയൊക്കെ ഇരിക്കാം കേട്ടോ, വേണമെങ്കിൽ അവിടെ അതിനകത്ത് വേണമെങ്കിൽ ഇരിക്കാം നമുക്ക്. പക്ഷേ ഇരിക്കാനുള്ള അല്ലേ അവിടെ നല്ല ഇതാണ് കേട്ടോ, നല്ല വൈബാണ് ഗൈസ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതാണ് ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് വണ്ടി എത്തിക്കാം. റൂമിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇനി ഇപ്പോൾ ഏകദേശം 2 മണിയായി. 3:30 ആകുമ്പോൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി റെഡിയായിട്ട് പോകണം ഗൈസ്. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് നേരം കിടക്കും ഗൈസ്. നമ്മൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്, നമ്മുടെ പിങ്ക് കളർ നമുക്ക്. അപ്പം ഗൈസ് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകും ഗൈസ്. നമ്മുടെ കളറുണ്ടോ, പിങ്കാണ്, ഫുള്ള് പിങ്കാണ്. ഈ ബ്ലൂടൂത്ത് ചുമ്മാ എടുത്തിട്ടേക്കുന്നതാണ് ഗൈസ്, ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. അപ്പം ഗൈസ് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം ഗൈസ്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ പരിപാടി. ആ സ്റ്റേജിലാണ് ഗൈസ് പരിപാടി. നമ്മുടെ പരിപാടിയെല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. മൂകാംബിക ദേവി പാട്ടൊക്കെ സഹായിച്ച് നമ്മൾ ഈ രഥത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നേരെ റൂമിലോട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് കുറേ നടക്കണം. ഇവിടെ നല്ല വ്യൂ ഞാൻ കാണിച്ചു തരാവേ. അതുകൊണ്ടോ ഗൈസ് ആ മലനിരകൾ കണ്ടോ ഗൈസ്. അപ്പം നമുക്ക് ഫ്രണ്ട് എത്തട്ടെ, ഫ്രണ്ട് വ്യൂ. അപ്പം ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി, KSRTC സ്വിഫ്റ്റ്. ഗൈസ് നമ്മളിവിടെ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നത് മംഗലാപുരത്തോട്ടാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് വണ്ടി എടുത്തിട്ടാണ് നമ്മളിതാ മംഗലാപുരം ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പം ഗൈസ് ഇവിടെ നമുക്ക് AC വെയിറ്റിംഗ് റൂം എടുത്തിട്ട് ഒരു വണ്ടി SMVTയിൽ നിന്നും മുരുടേശ്വരം പോകുന്ന ഒരു വണ്ടിയാണ് ഗൈസ് ഇത്. നമ്മുടെ വണ്ടി വന്നിട്ട് ഇപ്പോൾ അവിടെ ഫുഡ് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റാണ് ഗൈസ്. ലേറ്റാണ്, ഇപ്പം 11 മണിക്ക് വരുന്നത്. Mangalore Central is coming on platform number 3. ಪ್ರಯಾಣಿಕರಿ ದಯವಿಟ್ಟು 8-4 ಕಪಕಪುತ್ತೂರ್ನಿಂದ ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ವರೆಗೂ ಹೊರಡುವ ಕಪಕಪುತ್ತೂರ್ ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ಪ್ಯಾಸೆಂಜರ್ ಪ್ಲಾಟ್ಫಾರ್ಮ್ 3
നമ്മൾ കണ്ട് ചുമ്മാ അപ്പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. അപ്പുറത്തേതൊരു വണ്ടി വന്നു ഗൈസ്. നമ്മുടെ വണ്ടി ലേറ്റാണ് ഗൈസ്. ഭക്തലെന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പുറത്തോട്ടാണ്. ഇവിടെ നല്ല ട്രാക്ക് വ്യൂ ആണ് ഗൈസ്. ഗൈസ് ആ ട്രെയിൻ അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്കിനി നേരെ അവിടെ പോകാം ഗൈസ്. നമ്മുടെ വണ്ടിയിൽ നിന്നൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. 12:30 ഗൈസ് ഇപ്പോൾ സമയം. മുരുടേശ്വരത്ത് നിന്ന് പിടിച്ചിട്ടേക്കും കണ്ട കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് രാവിലെ 8:10 വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 9:54. ഇപ്പോൾ 9:30 10 മണിയാവാറായി. ഇപ്പം എന്താ ഏതോ ഒരു വണ്ടി വരുന്നു ഗൈസ്. തിരുവനന്തപുരം തൊട്ട് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. അതിന് ടിക്കറ്റ് ഇടാൻ ആദ്യമായിരുന്നു ഗൈസ്. അപ്പം ടിക്കറ്റ് ഇല്ല. പക്ഷേ അപ്പോൾ നമ്മളിവിടെ എന്തുവാ കുറേ നേരം ഇരിക്കണം ഗൈസ്. ഇരുന്നിട്ട് നമുക്ക് വണ്ടി വരാറാകുമ്പോൾ കാണാം ഗൈസ്. നമ്മുടെ ട്രെയിൻ വരും കേട്ടോ. ട്രെയിൻ 2 സ്റ്റേഷന് മുമ്പെത്തി. നമ്മളപ്പം നോക്കിയപ്പോൾ ഓക്കെ നമ്മുടെ ട്രെയിൻ വരട്ടെ. വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ്. ആ AC എവിടാ? സ്ലീപ്പറൊക്കെ കാലിയാണ് ഗൈസ്. അത്രയ്ക്ക് ആളൊന്നുമില്ല ഗൈസ്. ഗൈസ് നമ്മുടെ AC വന്നിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്ക് B6 കയറാവേ. നമ്മളങ്ങനെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കട്ടെ. ഗ്ലാസൊക്കെ ഭയങ്കര മോശമാണ്. അത് കുഴപ്പമില്ല ഗൈസ്, കൊള്ളാം. വണ്ടി എടുക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. കാസർഗോഡ് എത്തിയപ്പോൾ ഇവിടെ വന്ദേ ഭാരതിനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. തിരുവനന്തപുരം ടു കാസർഗോഡ് വന്ദേ ഭാരതാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. വെളിയിൽ ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. വന്ദേ ഭാരത് ഗൈസ്. നമ്മൾ ഈ മൂകാംബിക ട്രിപ്പിൽ കുറേ വന്ദേ ഭാരത് ബസ്സിനെ കണ്ടു ഗൈസ്. ഗൈസ് അപ്പോൾ കോഴിക്കോടൊക്കെ നമുക്ക് വരും ഗൈസ്. അപ്പോൾ നമുക്ക് കോഴിക്കോടൊക്കെ ഇതാണ്. തീക്കൊടി എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഇവിടെ അതുകൊണ്ട് എടുക്കാതിരിക്കുന്ന പ്രതീക്ഷിക്കുകയാണ്. അയ്യോ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷ. അവിടെ ക്രോസ് അടച്ചിട്ടില്ല. സിഗ്നൽ എത്തുകയാണെങ്കിൽ ഉടനെ നമ്മൾ അതിനകത്തോട്ട് കയറി പോകുക. വെളിയിറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ കോഴിക്കോട് തുടങ്ങാം. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. 2 പൊറോട്ട, ഗോപി മഞ്ചൂരി, തണ്ണിമത്തൻ ജ്യൂസ്. അപ്പം ഗൈസ് നമുക്ക് കഴിക്കാൻ കേട്ടോ. കോഴിക്കോട് നിന്ന് വണ്ടി എടുത്ത് നമുക്ക് ഫുഡ് വെച്ചിട്ട് വരാവേ. പള്ളിപ്പുറത്ത് പിടിച്ചിട്ടിരിക്കുന്നു ഗൈസ് നമ്മുടെ വണ്ടി. അപ്പോൾ സിഗ്നൽ ഇട്ടായിരിക്കും ഗൈസ്. അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. കുറേ നേരം കൊണ്ടായി. അല്ല ഇപ്പം ഗൈസ് ഇപ്പം പറഞ്ഞു വിട്ടു. ഇപ്പോൾ വന്നേലേ ഉള്ളൂ. ഇപ്പോൾ സിഗ്നൽ ഇട്ടായിരിക്കും ഗൈസ്.
കൗസാംബിക ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് ഗൈസ് ഇവിടെ ഭയങ്കര കിടപ്പിലായിരുന്നു ഗൈസ്. രാത്രി 12 മണിക്കാണ് ഗൈസ് കൊല്ലത്ത് വന്നത്. എന്താ പിന്നെ അങ്ങോട്ട് കിടക്കുമായിരുന്നു ഗൈസ്. ഭയങ്കര പനിയൊക്കെ ആയിരുന്നു ഗൈസ്. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയി. AC-ക്കകത്തിരുന്നാണ് ഗൈസ്. ഉച്ചക്കത്തെ ഫുഡ് പിടിച്ചില്ല ഗൈസ് എനിക്ക്. അപ്പം ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസിൽ കാണുന്നവരെ ബൈ ബൈ.